ഇങ്ങനെ വിചാരം ചെയ്തുകൊണ്ടിരിക്കുകയാണ് വീണ്ടും. പിന്നെ അദ്ദേഹം കണ്ടെത്തുന്ന വേറൊരു കാര്യം ഇതാണ്. ഇപ്പൊ വിഷയങ്ങളുണ്ട്, നമുക്ക് ചുറ്റും പല വിഷയങ്ങളുണ്ട്, ഇന്ദ്രിയ വിഷയങ്ങളുണ്ട്. അത് നമ്മളെ പ്രലോഭിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പല വിഷയങ്ങളും നമ്മളെ പ്രലോഭിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ പുറമെ ഉണ്ടെങ്കിലും അതിന്റെ പുറകില് ബോധരൂപനായ അങ്ങില്ലെങ്കിൽ അതൊന്നും തന്നെ ഇല്ല എന്ന് സത്യം ഞാൻ കണ്ടെത്തിയിരിക്കുന്നു എന്ന് പറയാം. അല്ലെ? അതാണ് യഥാർത്ഥത്തിൽ. ഇപ്പൊ ചുറ്റും ഇന്ദ്രിയ വിഷയങ്ങളൊക്കെ ഉണ്ട്. അത് നമ്മളെ പ്രലോഭിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്, പല വിഷയങ്ങളും നമ്മളെ പ്രലോഭിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ അതൊക്കെ എന്തുകൊണ്ടാണ് നിലനിൽക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ പുറകില്, അതിന്റെ ബാക്ക്ഗ്രൗണ്ടില്, അതിന്റെ പശ്ചാത്തലത്തില് ഈ ബോധം ഉള്ളത് കൊണ്ടാണ്. ബോധത്തിലാണ് ഇതെല്ലാം നിലനിൽക്കുന്നത്. അപ്പോ അങ്ങ് ഇല്ലെങ്കിൽ അതിനൊന്നും യാതൊരു പ്രാധാന്യമില്ല എന്ന് പറയാം. ഏതുപോലെ ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ കണ്ണ് കാണാൻ